ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേണി. എല്ലാ ഫാമിലിയെയും ഹൃദ്യമായ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ പോകുന്നു ഒരുക്കങ്ങളൊക്കെ? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിന്ന് വായിക്കുന്ന ബൈബിൾ ഭാഗം ഇതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വിശാല ഹൃദയനായ ജോസഫിനെ നമ്മളവിടെ കാണുന്നു. അപ്പോൾ ഫാമിലി ഒരുമിച്ച് ഈ ബൈബിൾ പാസേജ് വായിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സ്റ്റോറി ഒരു ഗുരുവിൻ്റെയും 3 ശിഷ്യന്മാരുടെയും സ്റ്റോറിയാണ്. ഒരു ദിവസം ഗുരു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, വളരെ വിശിഷ്ടമായ ഒരു സമ്മാനം ഞാൻ കരുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി, അതിനനുസരിച്ചായിരിക്കും ഈ സമ്മാനത്തിന് നിങ്ങൾ അർഹരാകുന്നത്. അപ്പോൾ ഇവരെ 3 പേരും വിടുകയാണ്. നിങ്ങൾ പോയി ഒരു നന്മ പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയുകയാണ്. ശിഷ്യന്മാർ അങ്ങനെ നന്മ പ്രവൃത്തിയെ കഴിഞ്ഞു വളരെ എക്സൈറ്റഡായിട്ട് തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, ഗുരു, ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ചുമട് വഹിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ ഒരു കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. അവരാ യാത്ര തടസ്സപ്പെട്ട് നിന്ന് കിതയ്ക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നി. ഞാൻ ഓടി അരികിൽ ചെന്ന് ആ ചുമട് എൻ്റെ ചുമലിൽ വഹിച്ച് വൃദ്ധയെ കുന്നിൻ മുകളിലെ വീട്ടിൽ സുരക്ഷിതമായി ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചു. വൃദ്ധയ്ക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് സന്തോഷമായി ഗുരു എന്ന് പറയും. ഗുരു പറയും, നല്ല കാര്യം, നീ ചെയ്തത് നല്ല പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഗുരു, ഞാൻ പോകുമ്പോൾ ഒരു പാവപ്പെട്ട വീട്, ഒരു സ്ത്രീ ആ കുടിലിൽ നിന്ന് കത്തുകയാണ്. അവരുടെ 2 കുഞ്ഞുങ്ങൾ ആ കുടിലിനകത്ത് അകപ്പെട്ടു. അവരെൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് തീ അത്യാവശ്യം കെടുത്തി അതിനകത്തൂടെ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി അമ്മയുടെ കൈ കൊടുത്തു എന്ന് പറയും. ഗുരു പറഞ്ഞു, നല്ല കാര്യം. മൂന്നാമൻ പറഞ്ഞു, ഗുരു, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ച, എൻ്റെ സ്വത്തുകളൊക്കെ തട്ടിയെടുത്ത് എന്നെ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയ എൻ്റെ ശത്രു, അയാൾ ഒരു കുളത്തിൽ മുങ്ങിത്താഴുന്ന ഞാൻ കണ്ടു. ഒരു നിമിഷം ഞാനൊന്ന് പകച്ചെങ്കിലും ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരു കയറിട്ട് കൊടുത്ത് അയാളെ ആ കയത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഗുരു പറഞ്ഞു, ഒരു പക്ഷേ നിനക്ക് പ്രതികാരം ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്യാതെ നിൻ്റെ ശത്രുവിനോട് കരുണ കാണിച്ച് നീ അയാളെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഗുരു ആ സമ്മാനം 3ാമത്തെ ആൾക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലും നമുക്ക് എല്ലാവർക്കും നന്മ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലേ. പക്ഷെ നമ്മളെ ദ്രോഹിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളോട് ക്ഷമിക്കുക, അവർക്ക് നന്മ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജോസഫിൻ്റെ ജീവിതം വലിയൊരു ലെസൺ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു. നമുക്ക് ഈ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ കുറേ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിന്നൊരു കാര്യം ചെയ്യാം. നമ്മളെ ആരൊക്കെയാണ് വിഷമിപ്പിച്ച ആ വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സിലോർക്കാം. കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പതുക്കെ എഴുതി അവരെയൊക്കെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലെസ്സിങ് ഡേ ആയിട്ട് മാറട്ടെ. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. സീ യു ടുമോറോ. ബൈ.